ഹായ് ഉണ്ണിമ, അവിടെയാണ് നമ്മുടെ റൂം. വരിക. അപ്പോൾ നമ്മൾ എൻ്റെ പേര് ജഗത് നിവാസിന്ന് ചെക്കൗട്ട് ചെയ്തു. ഓ ബഹളം തന്നെ. നമ്മൾ ആഷ്യ ഹവേലിയിൽ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ നമുക്ക് റൂമിൽ നിന്ന് അങ്ങനെ വ്യൂ ഇല്ല. ഇതൊരു കോറിഡോർ പോലെ നടന്ന് ഇവിടെ വരുമ്പോൾ ഇതാ നമ്മൾ പിന്നെയും ഇവിടെ തന്നെ എത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതാ നമ്മൾ താമസിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. യെസ്. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു അവർ ഉദയ്പൂർ സീരീസ്. ഇത് മിക്കവാറും വ്ളോഗ് നമ്പർ 2 ആയിരിക്കും. നമ്മൾ ഇന്നലെ ജഗത് നിവാസ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ആഷ്യ ഹവേലി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളൊരു പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉദയ്പൂർ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? സിറ്റി സെൻറ്റർ. സിറ്റി സെൻറ്റർ, സിറ്റി പാലസ്. സിറ്റി സെന്ററിലുള്ള ഒരു സിറ്റി പാലസ് ആണ്. അതെ. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം. ഇഫ് യു ആർ സീയിങ് അസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഞാൻ മായി, ഞാൻ സുബൻ, ജാനകി, ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. ജാനുവി ഹായ്. മെയിനായിട്ട് വ്യൂ ആണല്ലേ. കണ്ടോ ജാനുവി പ്രാവിനെ? പ്രാവെ പോകരുത് അറിഞ്ഞ. ജാനുവിനെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര സംശയം. ഊട്ടിയിലെ ട്രെക്ക് ചെയ്തിട്ടുള്ള ആളെയാണ് ഈ ചെറിയ. കുതിരവണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചാമ്പൂർ കാർ പാർക്ക്. ഞാനും കൂടെ കയറി പോകാം. അങ്ങനെ നമ്മൾ സിറ്റി പാലസിലോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് നടക്കേണ്ട ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. 300 മീറ്റർ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം ആരെ മതിൽ ചാടിയാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതെ, ഗൂഗിൾ മാപ്പ് ആകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് എങ്ങോട്ടാ പോകണമെന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡ് ഇവിടെ എല്ലാം ഇങ്ങനെ ഓട്ടോയും കുഞ്ഞു കുഞ്ഞു സ്കൂട്ടറും എല്ലാം വന്നുകൊണ്ടിരിക്കും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അതിൻ്റെ അടിയിലിരിക്കും. പിന്നെ പശു, ചാണകം, ഇതൊക്കെ അതെ, നമ്മളങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതല്ല. എല്ലാ സ്ഥലത്തും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ പശുവും കാര്യങ്ങളൊക്കെ ഫ്രീ ആയതുകൊണ്ടല്ല, ഫ്രീ ആയിട്ട് റൂം ചെയ്യുന്നതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം. ഇത് ഈ ചാർക്കോൾ എന്ന് പറയുന്ന കഫേ നല്ലൊരു കഫേ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് കഴിക്കാം. വേറെ ഞാൻ പോകാൻ കൊള്ളാമെന്ന് പറയുന്ന ഒരു കഫേ ആയിരുന്നു മില്ലറ്റ്സ് ഓഫ് മേവാർ. അതാണ്ട് നേരെ ഇതെല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെ. ഓരോ ദിവസം ഓരോ സ്ഥലത്ത് കയറാൻ നോക്കാം. ബൊബറ്റി. നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വ്ളോഗിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ജാനുമി പട്ടിയെ ബോബോ എന്നുള്ള വിളിച്ചു തുടങ്ങിയതാണ്. അത് പിന്നെ എങ്ങനെ അവൾ തന്നെ ബോബറ്റി എന്നാണ് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പോപ്പട്ടിന്ന് തോന്നും, പക്ഷെ അല്ല, ബോബറ്റി എന്നാണ് അവൾ വിളിക്കുന്നത്. ടിക്കറ്റ് എടുക്കണം അല്ലേ? ഇതാണ് സിറ്റി പാലസ്. പക്ഷെ നമ്മളിപ്പം ടിക്കറ്റ് എടുത്തപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ജഗ് മന്ദിർ എന്ന് പറഞ്ഞ ലേക്കിൻ്റെ നടുക്ക് ഉള്ള ഒരു പാലസ് ഗാർഡൻ പോലൊരു സംഭവമുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞൂടെ, പോയാലേ അറിയാവുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ബോട്ടിലാണ് പോകേണ്ടത്. അതിൻ്റെ ടിക്കറ്റും ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിന് ഇവിടെ നിന്ന് തന്നെയാണ് ബോട്ട് പോകുന്നത് അങ്ങോട്ട്. അപ്പം ബോട്ട് ഇനി പോകുന്നത് 2 മണിക്കാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ സമയം, എനിക്ക് കൃത്യസമയം അറിയില്ല. അതുകൊണ്ട് നമ്മൾ സിറ്റി പാലസിൻ്റെ ടിക്കറ്റ് എടുത്തു. എങ്കിലും ആദ്യം ജഗ് മന്ദിറിൻ്റെ ടിക്കറ്റ് എടുത്ത് 2 മണിയുള്ള ബോട്ടിൽ കയറി ജഗ് മന്ദിർ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് സിറ്റി പാലസ് കാണാമെന്നാണ് ആ കൗണ്ടറിലുള്ള ആൾ പറഞ്ഞത്. ബിക്കോസ് സിറ്റി പാലസ് 8 മണി വരെ ഉണ്ട്. സോ പ്രോപ്പർ നമ്മൾ സിറ്റി പാലസ് കാണുന്ന ജഗ് മന്ദിറിൽ പോയിട്ട് വന്നിട്ടായിരിക്കും. ഇതാണ് സിറ്റി പാലസ്. നമ്മൾ സിറ്റി പാലസൊക്കെ ആക്ച്വലി ഇതിന് മുമ്പ് ഒരിക്കൽ ഉദയ്പൂർ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ പുതിയതുപോലെ ഇരിക്കുന്നു. ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് നമ്മൾ വന്നത് എനിക്ക് തോന്നുന്നു 2019 അപ്പോൾ
ഒരു ഓർമ്മയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. ബിക്കോസ് ഇതൊക്കെ നമുക്കും ഓർമ്മകളാണ്, ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ഓർമ്മകളാണ്. ജഗ്മന്ദിറിലോട്ട് പോകാനുള്ള ടിക്കറ്റിന് വേണ്ടി ഉണ്ണി ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഈ ബോർഡ് നോക്കുമ്പോൾ ആക്ച്വലി ഉദയ്പൂരിൽ ഒരുവിധം എല്ലാ സാധനത്തിനുള്ള ടിക്കറ്റ് ഇവിടെ കിട്ടും. ടിക്കറ്റിന് കാര്യം സത്യം പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ആ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ സുബിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞത്. ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ് 150 രൂപ തന്നാൽ മതി, ബാക്കി ഫ്രണ്ടിൽ പോയി അടയ്ക്കാന്ന്. എന്നാൽ ഇവിടെ ജഗ്മന്ദിറിന് ഒരാൾക്ക് എത്ര 600. ഭയങ്കര വെയിലിതാ ജാനുമി കണ്ണാ. അപ്പം എനിക്കൊന്ന് ബാക്കി 550 × 3 അവിടെ കൊടുക്കണമായിരിക്കും. നോക്കാം. अभी आगे जाके जगमंदिर के लिए आगे पेमेंट जाएगा टिकट. ठीक है, थैंक यू. ബോട്ട് ജെട്ടിയിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത്. അവിടെ വെള്ളമൊക്കെ കാണാം. ഞങ്ങൾ ഓരോന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾക്കും അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കാം. ഇതെന്താ സെറ്റപ്പ്? ട്രെയിൻ പോലൊരു എന്താ പോകുന്നത് ജാനുമി? ജാനുമി ട്രെയിൻ. ട്രെയിനിൽ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള എവിടെയാണെന്നൊക്കെ നോക്കണം ജാനുമി. എവിടെയാ? അങ്ങ് പോണം. അങ്ങ് പോണോ? അങ്ങോട്ട് പോണം. അച്ഛൻ അറിഞ്ഞൂടോ ഞാനിങ്ങനെ പാടും. നടന്ന് കുറച്ച് പോകാനുണ്ട്. അവിടെ മുകളിൽ ഇലക്ട്രിക് കാർ, മറ്റേ ബഗ്ഗി പോലത്തെ സംഭവമില്ലേ, അത് കിട്ടും. അത് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് വെയിറ്റ് ചെയ്ത ടൈം ആവുമല്ലോ എന്ന് വിചാരിച്ച് നടക്കാം എന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷെ കുറച്ച് നടക്കാറുണ്ട്. ആക്ച്വലി കുഴപ്പമില്ല. ഇനി കുഞ്ഞിനെയും കൊണ്ടും പിന്നെ സീനിയർ സിറ്റിസണായ ഒരു അമ്മയുണ്ടല്ലോ നമ്മുടെ കൂടെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഇലക്ട്രിക് കാർ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ കാണാനുണ്ട് ആ സ്ഥലത്ത്. അപ്പം നമുക്ക് തോന്നുന്നു ഇപ്പോൾ സിറ്റി പാലസ് കാണാതെ ഡയറക്റ്റ് ജഗ്മന്ദിർ വരുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാം. അപ്പോൾ ഡയറക്റ്റ് ജഗ്മന്ദിർ പോകണമെങ്കിൽ ഇങ്ങനെ പോകാൻ തോന്നും. ഇവിടെ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ്. ഓൺലൈൻ പേയ്മെൻറ്റ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഉണ്ണിയാ, നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഈ ജഗ്മന്ദിറിൽ പോയിട്ടില്ലായിരുന്നല്ലേ? എനിക്കൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് ഉദയപൂരിന് ഓർമ്മയുടെ കുറവാണ്. ഞാൻ അത് ആക്ച്വലി വ്ളോഗിൽ പറയുമായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മളിത് ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മൾ ഏത് കവർ ചെയ്തില്ല. നമുക്ക് ഓർമ്മകളില്ല. ഇനിയിപ്പോൾ ഇത് എന്നും ഒരു ഓർമ്മയായിരിക്കും. ജാനുവിക്ക് എല്ലാം അറിയാവേ. ജാനുവിക്ക് പക്ഷെ എല്ലാം അറിയാം. നമ്മളിവിടെ ഇങ്ങനെ ലൈനിൽ വെയിറ്റ് ചെയ്യാണ് ബോട്ട് വരാൻ വേണ്ടി. ജാനുവിക്ക് ഇതില്ല, ബേബീസിനില്ല. ബേബീസ് അമ്മയെ പിടിച്ചിരിക്കണം. കുഴപ്പമില്ല, അമ്മ മുറുക്കി പിടിച്ചിട്ടുണ്ട് ജാനുവി. നമ്മൾ വീണ് പോവാണെങ്കിൽ മുങ്ങി പോവാതിരിക്കാനുള്ള ജാക്കറ്റാണിത് കേട്ടോ. ജാനുവി കിട്ടില്ലോ. എൻ്റെ പേരെന്താണെന്നറിയോ ജാനുവി? ലൈഫ് ജാക്കറ്റ്. ജാനുവി കിട്ടിയില്ലല്ലേ? ജാനുവി ഇവിടെ ഇരുന്ന് നിൽക്കാനേ പറ്റുള്ളൂ, പോകാൻ പാടില്ല. ഇവിടുന്ന് നമ്മൾ നടന്നു പോയത് വേണ്ട. നമ്മൾ ജഗ്മന്ദിർ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജഗ്മന്ദിറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രൈവറ്റ് ഹോട്ടൽ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ വിസിറ്റേഴ്സിന് ഓപ്പൺ ആയിട്ടുള്ളൂ. ഇവിടെ ചായ കാപ്പി അവിടെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റ് ഇത് മാത്രമേ ഉള്ളൂ. അവിടെ പാവ് ഭാജിയും സോഫ്റ്റ് ടീ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ കിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് എന്തോ പ്രൈവറ്റ് ഡൈനിങ് ആണല്ലോ, അതെന്തോ പറ്റൂല എന്ന് എന്തോ സംതിങ്. ഇതെന്തോ ദാരിഖാന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ജമ്മിക്ക് നല്ല വിശപ്പ്.
അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാനുള്ള പദ്ധതി നോക്കുകയാണ്. ഇവിടെ നിൽക്ക്. ഇവിടെ തൊട്ടപ്പുറത്ത് ഗാർഡൻ ഉണ്ടെന്ന്, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ കാണാൻ. ഇവിടെ ഇങ്ങനെ അവിടെ ഇപ്പം അവിടെ നിന്നാണ് ഇപ്പോൾ പാവഭാജി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചത്. അതുപോലെ ഒരു ചെറിയൊരു അവിടെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവ്. അത്ര ലൈക്ക് സാൻഡ്വിച്ചിന് 800-900 എന്നൊക്കെയാണ് പറഞ്ഞത്. ആൻഡ് അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല, അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളേതെങ്കിലും നല്ല സ്ഥലത്ത് പോയി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു സ്നാക്ക് പോലെ എന്തോ പാവഭാജി എന്തോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജാനുമയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞതാ. ജാനുമ ഇവിടെ ഹാപ്പിയായിട്ട് ഐസ്ക്രീം കഴിച്ചിരിപ്പുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ ടിക്കറ്റിന് 600 റുപ്പീസ് ആയിരുന്നു. ചെറിയൊരു ബോട്ട് റൈഡ്. ഇനി ഇവിടെ വന്നു. ഇവിടെ എന്തോ അപ്പുറം എന്തോ ഗാർഡൻ ഉണ്ടെന്ന് പറയുന്നു. ഇനി അത് കണ്ടിട്ട് പറയാം. പാവഭാജി വന്നിരിക്കുകയാണ്. ടേസ്റ്റ് കൊള്ളാം. അത് പിന്നെ രാജസ്ഥാനിൽ എവിടെ പാവഭാജി കഴിച്ചാലും ഇതുവരെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. വേറെ തരും കേട്ടോ. കിടന്ന് കരഞ്ഞിരിക്കുന്ന ഐക്യം എന്നും പറഞ്ഞ്. എന്തോന്ന് എന്തിനാ കരഞ്ഞത്? എന്താ വേണം? പാവഭാജിയും ഐസ്ക്രീമും എവിടെയും കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടോ? അമ്മ പാവ് ഐസ്ക്രീമിന് മുക്കിയാണല്ലേ കഴിക്കുന്നത്? ജമ്മിക്ക് കൊടുക്കുക കുറച്ച്. ഇനിയിപ്പോൾ ഈ ഗാർഡൻ കാണാൻ വേണ്ടി ഇവിടെ കാണാനായിട്ട് ആകെ ഉള്ളത് ഇതാണ്. ഇതെല്ലാ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നല്ലേ ഉണ്ണി? എല്ലാ ഹോട്ടലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ബട്ട് ഇത് മാത്രം ഓപ്പൺ ആണ് ടൂറിസ്റ്റിന്. ഇതിപ്പോ എന്തോന്ന് ചേട്ടാ ഇത്? ഇത്ര ഉള്ള ഫോട്ടോയൊക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇരുന്നില്ലേ പാവഭാജി കഴിച്ചോണ്ട്, ആ ഡോറിൽ കൂടെ ആൾക്കാർ അകത്തോട്ട് പോകുന്നുണ്ട്. അമ്മ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അതൊരു ചെറിയൊരു എക്സിബിഷൻ ഏരിയ പോലെ. അത്രേ ഉള്ള. നമ്മളിതാ തിരിച്ചുള്ള ബോട്ടിന് വെയിറ്റ് ചെയ്യാണ്. ബോട്ട് വരിക, കയറുക, പോവുക. മഹാറാണ ഭഗത് സിംഗ് നീവ. നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ട് ഇനി അങ്ങോട്ട് ഇലക്ട്രിക് കാർ എടുക്കാന്ന് വിചാരിച്ചു. ഒന്നും നമുക്ക് സമയമില്ല, പെട്ടെന്ന് എത്തണം. ഇലക്ട്രിക് കാർ ഫെസിലിറ്റി ചുമ്മാ എന്നെ താറ്റാൻ നോക്കിയതാ. ചേട്ടൻ പെട്ടു. നിങ്ങളെല്ലാരും കണ്ടില്ല, ഇലക്ട്രിക് കാർ എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നെ താറ്റാൻ നോക്കിയത്. അപ്പൊ എന്തായാലും അത് ഞാൻ നേരത്തെ ബഗ്ഗി എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഇത് കണ്ടോട്ട് ഇത് പറഞ്ഞു. എന്തായാലും തിരിച്ചങ്ങോട്ട് നമുക്ക് സമയവും കുറവാണ്. പിന്നെ തിരിച്ചങ്ങോട്ട് കയറ്റമാണ്. അപ്പോൾ അതെടുക്കും. പിന്നെ ജഗ്മന്ദിർ നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ. പിന്നെ ആ ബോട്ട് റൈഡ് നിങ്ങൾ എന്തായാലും ലേക്ക് പിച്ചോളിൽ ഒരു ബോട്ട് റൈഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബോട്ട് റൈഡ് എടുത്ത് അവിടെ പോയി അത് കണ്ടിട്ട് തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. ഇനി രാത്രി അവിടെ എന്തെങ്കിലും കൂടുതൽ ഭംഗിയായിട്ട് കാണുമോ എന്ന് നമുക്കറിയില്ല. നമ്മൾ പോയിട്ട് വലിയ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഇലക്ട്രിക് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് കാർ ഡോർ അടയ്ക്കാണ്. ഡോറില്ല. ഇല്ല.
മക്കളെ ഇവിടെ താഴെ വീഴോടാ. വിട്ട് വിട്ട് മക്കളെ ചെയ്യുമ്പോ. സ്ഥലത്തിന്റെ പേരെന്താ? എന്തോന്ന് സ്ഥലത്തിന്റെ പേര് തോന്നുന്നല്ലേ? ആ അങ്ങനെ വായിക്കാം. അങ്ങനെ വായിക്കും. അങ്ങനെ നമ്മൾ സിറ്റി പാലസിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ രാജസ്ഥാനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ പാലസസും ഫോർട്ട്സും എല്ലാം അവരിപ്പോൾ മ്യൂസിയംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ നമുക്ക് ആ ഒരു അവരുടെ റോയൽ ലൈഫിൻ്റെ ഒരു സ്നീക്ക് പീക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ, അതായത് അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന വെപ്പൺസ് ആണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളാണെങ്കിലും എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന മ്യൂസിയംസാണ്. അപ്പോൾ ആ ഒരെണ്ണം കണ്ടാൽ ആക്ച്വലി ഏറെക്കുറെ എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. അവരുടെ ഹിസ്റ്ററി ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമായിരിക്കും ഇതെല്ലാം. അല്ലെങ്കിൽ ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടമാണ് കാണാൻ. ബട്ട് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് രാജസ്ഥാനിലായതുകൊണ്ട് ഇത് കണ്ട് എല്ലാം ഒരുപോലെ തോന്നാറുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈഡ് എടുക്കാം. ഇനി ഗൈഡ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ട്, ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ്. അതായത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ നിങ്ങൾ ഓഡിയോ ഗൈഡിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഥ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിനെല്ലാം ഓരോ പോയിന്റിലും അങ്ങനെ വെച്ചിട്ടുണ്ട്. അതും ചെയ്യാനാണ്. നമ്മളിപ്പോൾ രണ്ടും എടുത്തില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി പണ്ട് വന്ന് ഇതെല്ലാം കേട്ടതാണ്. അതെല്ലാം മറന്നുപോയി. ഇപ്പോൾ കേട്ടാലും പിന്നെ മറക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ എടുത്തില്ല. ഇതാണ് രാജാവ് മിസ്റ്റർ ലക്ഷരാജ് സിംഗ് മേവാർ ഓഫ് സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉള്ള രാജാവല്ലേ? അങ്ങനെ നടന്ന് ഈ ഒരു കോട്ടയാട് പോലത്തെ സ്ഥലത്തെത്തിയപ്പോൾ എനിക്കെന്തോ പഴയ കുറച്ച് ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നിരുന്നപ്പോൾ ഒരു അണ്ണാനൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് ഈ സ്ഥലം പറഞ്ഞുണ്ട് കഴിഞ്ഞ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വന്നിരുന്നപ്പോൾ അണ്ണാൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? ഭയങ്കര ഫ്രണ്ട്ലി അണ്ണാനാണ്. എപ്പോഴും കുട്ടി കാര്യങ്ങളാണ് പിന്നെ ഓർമ്മയായി മാറുന്നത് അല്ലേ? അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ഒന്നുമില്ല. ഈ പാലസിന്റെ എന്തെങ്കിലും ആർക്കിടെക്ചറോ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ചെറിയ എന്തെങ്കിലും എക്സ്പീരിയൻസസ്, അതാണ് പിന്നെ ഓർമ്മയാണ്. ഭയങ്കര സ്ട്രോങ് മെമ്മറി ആവുന്നത്, കോർ മെമ്മറി എന്നൊക്കെ പറയുമല്ലേ, അതുപോലെ അതൊക്കെ ആയിരിക്കും. അല്ലാതെ ഈ പാലസിൻ്റെ ആർക്കിടെക്ചറോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് ദ ലിറ്റിൽ തിങ്സ്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഈ കോട്ടയാടി തന്നെ ചാർക്കോൾ സ്കെച്ചസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലേ, അതായത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ എക്സ്പീരിയൻസസ് ആണ് ഭയങ്കര മെമ്മറി ആവുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജമ്മിയുടെയും ജാനുമ്മയുടെയും ഒരു വരപ്പുണ്ടാക്കി. അങ്ങനെ അവിടെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. ജാനുമ്മയുടെ സ്റ്റിക്കർ ബുക്ക് അഡിക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്ത് ചെയ്യണം ജാനുമ്മ? പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു ട്രാവൽ ടിപ്പ് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെയൊക്കെ കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും. സ്റ്റിക്കർ ബുക്ക്, പിന്നെ ഇവൾ കുറച്ചുകൂടി ചെറുതായിരുന്നു. അപ്പോൾ സക്ഷൻ ടോയ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിലോ ട്രെയിനിലൊക്കെ പോകുമ്പോൾ വിൻഡോയിലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ കറക്കുന്നൊരു സാധനം. പിന്നെ അങ്ങനെ കുട്ടി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ പറഞ്ഞാൽ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ട്രാവൽ സമയത്ത് പിള്ളേരെ പിടിച്ച് വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ വരച്ചു വന്നപ്പോൾ ജമ്മിയുടെയും ജാനുമ്മയുടെയും പടം കാണാൻ ഒരാൾ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ജമ്മിയുടെ ജാനുമ്മയുടെ പടം കാണാൻ ജനാവലി. തുടക്കത്തിൽ അടിപൊളിയായിരുന്നെങ്കിൽ അവസാനം ജാനുമ്മ അത്ര കറക്റ്റ് അല്ലായിരുന്നു. പക്ഷേ ജമ്മി പക്ക. ജമ്മിയുടെ പെയിന്റിങ്, ചാർക്കോൾ പെയിന്റിങ് കൊള്ളാമല്ലേ? ജമ്മി പക്ക. ജമ്മിയെ സുന്ദരിയാക്കി കളഞ്ഞ അയാള്. ഈ ചേട്ടനൊരു താങ്ക് യു പറഞ്ഞോ? താങ്ക് യു പറയണ്ടേ? വെൽക്കം.
രാജസ്ഥാനിലെ മിക്ക പാലസിലും ഫോർട്സിനകത്തും ഒക്കെ ഇങ്ങനെ കുറച്ച് ഊടുവഴികളുണ്ട് കേട്ടോ. ഈ ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് പേടി തോന്നുമോ എന്ന് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ച തരത്തിലുള്ള കുറേ പാസേജസ് അതിനകത്തുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, ക്ലോസ്ട്രോഫോബിക് ഡോർസ് ആണല്ലേ. രാജാവെന്ന് പണ്ട് ഇത്ര സൈസേ ഉള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉണ്ടെന്നുള്ള ലെഫ്റ്റ് തുറക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പലയിടത്തും ശീഷ് മെഹൽ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. എന്താണ് മുകളിലൊക്കെ ഗ്ലാസ് വെച്ച് നമ്മൾ ജഗത് നിവാസി താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മുകളിലൊക്കെ ഗ്ലാസ് വെച്ച സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഇതിനിപ്പോൾ ശീഷ് മഹൽ എന്നാണോ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ ഗ്ലാസ് വെച്ച ഇത് അമ്മ എന്നെ എന്തോ വിളിച്ച് കാണിച്ചു തരികയാണ് കേട്ടോ. പക്ഷെ കാണിച്ച സാധനത്തിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ഞാനാണ് കാണിച്ചതെന്നുള്ള ഗമയിലുള്ള അമ്മയുടെ ആ നിപ്പാണ്. പഴയ കാലത്തെ കക്കൂസ് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതല്ലേ ജക്കൂസി എന്നൊക്കെ പറയുന്നത്. അവിടെ എക്സിറ്റ്. നമ്മൾ ആക്ച്വലി സിറ്റി പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് പപ്പറ്റ് ഷോയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പപ്പറ്റ് ഷോ എന്നൊരു കൾച്ചറൽ പെർഫോമൻസ് നമ്മളിവിടെ പണ്ട് വന്നപ്പോൾ കണ്ടായിരുന്നു. അടിപൊളി സെറ്റപ്പായിരുന്നു, പുറത്തൊരു ഔട്ട്ഡോറൊക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒത്തിരി പപ്പറ്റ് ഷോയും ഒത്തിരി കൾച്ചറൽ പെർഫോമൻസും ഉണ്ട്. ഏതാണ് നമ്മൾ അന്ന് കണ്ട നല്ല സെറ്റപ്പ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ജാനുവി പറയുന്നത് അടിപൊളി സെറ്റപ്പ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറേ കിടന്ന് കറങ്ങി. ഫൈനലി നമുക്കത് 6 to 7 ആണ്, നമുക്കത് ക്യാച്ച് ചെയ്യാൻ മിക്കവാറും പറ്റൂല. അപ്പം നമ്മളാണെങ്കിൽ ഉച്ചയ്ക്കും ഒന്നും പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം അത് പിന്നെ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാം, ഇന്നിപ്പോൾ എവിടെയെങ്കിലും വന്ന് കഴിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കഫേയിൽ കയറിയിരിക്കുകയാണ്. റെയിൻബോ കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ട്. സൺസെറ്റാണ്, സൺസെറ്റ് ടൈമിൽ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ആക്ച്വലി നമ്മുടെ ബാറ്ററി ഡൗൺ ആണ്, അതുകൊണ്ട് ഇനി ഇത് ചാർജ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണാം. അപ്പോൾ ഇത് റെയിൻബോ കഫേ അല്ല, നമ്മുടെ ഡിന്നർ സ്പോട്ടാണ്. അതങ്ങനെയല്ല, വെട്ടുകേക്കല്ല, ഇതെങ്ങനെ കഴിക്കേണ്ടതല്ല. എന്ത് കാണിക്കുക എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? പൊടിക്ക് വിത്ത് യുവർ ഓൺ ഹാൻഡ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുട്ടൊക്കെ പൊടിക്കുന്നതല്ലേ അല്ലേ? കൈകൊണ്ട് പൊടിക്കുന്നു, ഭയങ്കര ചൂട്. എന്നിട്ട് ദാലേൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുക അല്ലേ. ഇതാണ് രാജസ്ഥാനിലെ ഫേമസ് ദാൽ ബാട്ടി ചൂർമ. ഇത് ബാട്ടി അല്ലേ, ഇത് ദാല്. ചൂർമ എന്ന് പറയുന്ന ലഡു പോലത്തെ സാധനമാണ്, ഇച്ചിരി സ്വീറ്റ്. ഈ ഇങ്ങനെ പൊടിച്ച് കഴിക്കുന്നതിന് തന്നെയാണോ ഈ ചൂർമ എന്ന് പറയുന്നത്? ഈ ബാട്ടി ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ പുട്ടൊക്കെ പൊടിക്കുന്നവരെ പൊടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ദാൽ വെച്ചിട്ട് ആണ് ഇവർ കഴിക്കുന്നത്. അപ്പം ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മില്ലറ്റ്സ് ഓഫ് മേവാർ എന്ന് പറഞ്ഞ് ഉദയപൂറുള്ള റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം മില്ലറ്റ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നമ്മൾ ആദ്യം മില്ലറ്റ് സൂപ്പ് കുടിച്ചു, അത് കഴിഞ്ഞിട്ട് മില്ലറ്റ് വെജ് ടിക്കി കഴിച്ചു, ഇപ്പോൾ ദാൽ ബാട്ടി ചൂർമ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. യൂഷ്വലി ദാൽ ബാട്ടി സൂപ്പിന് ഇഷ്ടമല്ല, ആ സൂപ്പിന് അടിച്ച് വിടുന്ന വിടൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാണോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല, അതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. നമ്മുടെ ന്യൂട്രി മില്ലറ്റ് വെജ് ബിരിയാണി വന്നിരിക്കുന്നു, ഞാൻ കഴിച്ചു. പൊളി സാധനം. ഞാൻ സുവിൻ്റെ റിയാക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി എന്തിന് ബിരിയാണി? ഇനി എന്തിനു ബിരിയാണി? നമ്മുടെ വീട്ടിലെ ബിരിയാണി ഈ ബിരിയാണിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മില്ലറ്റ്സ് ഓഫ് മേവാറിൽ നിന്ന് കഴിച്ചിറങ്ങി. ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. ആ ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ഇവിടുന്ന് തന്നെ നല്ല മില്ലറ്റ്സ് വെച്ച് ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കഴിച്ചു നോക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എല്ലായിടത്തും ഈ ടേസ്റ്റ് ആണോ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഈ സാധനം വീട്ടിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ മായി അത് ചെയ്യുന്നതിനായിട്ട് ഞാൻ മായി സപ്പോർട്ട് ചെയ്യുന്നത്. അത് ചെയ്യുവാണെങ്കിൽ അത് നമ്മളൊരു വ്ളോഗ് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരെയായിരിക്കും. ഇന്ന് നമ്മൾ ഉദയപൂരിൻ്റെ ഡേ 1 കഴിഞ്ഞു. നാളെ ഇനി നമ്മൾ ചിത്തോഡ്ഗർ ഫോർട്ട് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. അതും പിന്നെ തിരിച്ചു വന്നിട്ട് ഉദയപൂരുള്ള ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ ആയിരിക്കും നാളത്തെ വ്ളോഗിൽ. അപ്പം see you on that vlog. Please join us to find out
നമ്മൾ ഇനി അങ്ങോട്ടാ. Bye.